ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KTU 2024 റെഗുലേഷനിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ PN ജംഗ്ഷൻ തിയറി ആൻഡ് വർക്കിംഗ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് ഈ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ബ്രീഫായിട്ട് എന്താണ് സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പഠിച്ചു. അതായത് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അറ്റോമിക് നമ്പർ, അതുപോലെ സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്താണ്, അതുപോലെ തന്നെ ഇൻട്രൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറും എന്താണ്, ഡോപ്പിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിൽ വരുന്ന വർക്കിംഗ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്, അതുപോലെ തന്നെ VA ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്, അതുപോലെ തന്നെ സെനർ ആൻഡ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി P ടൈപ്പ് സെമി കണ്ടക്ടറും N ടൈപ്പ് സെമി കണ്ടക്ടറും വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം ഞാൻ പറയുന്നത് PN ജംഗ്ഷൻ തിയറി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു PN ജംഗ്ഷൻ എങ്ങനെ ഫോം ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, PN ജംഗ്ഷൻ വിത്ത് നോ എക്സ്റ്റേണൽ വോൾട്ടേജ്. അപ്പോൾ ഒരു വോൾട്ടേജും അപ്ലൈ ചെയ്യാതെ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും ആക്ച്വലി ജോയിൻ ചെയ്താൽ എന്ത് പ്രോസസ്സ് നടക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഹോൾസ് ഉണ്ടായിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, അതുപോലെ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺ ഫിഗറിൽ കാണാം അല്ലേ. ഇതാണ് ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺ, ഇതാണ് ആക്ച്വലി ഹോൾസ്, ഈ ബ്ലാക്ക് ഡോട്ട് കാണുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇതുപോലെ തന്നെ നമ്മളൊരു N ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഹോൾസ് ആയിരിക്കും. ഇതുപോലെ തന്നെ ഇമ്മൊബൈൽ പോസിറ്റീവ് അയോണും എന്തിലുണ്ടാവും, ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ആക്ച്വലി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് നടക്കും, എന്ത് പ്രോസസ്സ് നടക്കും, അതാണ് നമുക്ക് ജംഗ്ഷൻ തിയറിയിൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ വളരെ ഫെമിലിയർ ആണ്, നമുക്ക് ഡയോഡ് എന്നുള്ള ഡിവൈസ് വളരെ ഫെമിലിയർ ആണ്. ഈ ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ ആക്ച്വലി ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് എന്തുകൊണ്ടാണ് ഇതിനെ പറയുന്നത്, കാരണം ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറാണ് അതിൻ്റെ മേജർ മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ തിയറി നോക്കാം. സോ വെൻ എ P ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ജോയിൻ ടു എൻ N ടൈപ്പ് സെമി കണ്ടക്ടർ, PN ജംഗ്ഷൻ ഈസ് ഫോംഡ്. വെൻ എ PN ജംഗ്ഷൻ ഈസ് ഫോംഡ്, holes from the P region diffuse into N region and combine with electrons in the N region, creating positive ions in the N region. Similarly, electrons from the N region diffuse into P region and combine with holes in the P region, creating negative ion on the N region. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു പവർ കിട്ടിക്കഴിഞ്ഞാൽ, ചെറിയൊരു സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താ, പിയും എന്നും ആണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ P ടൈപ്പിലുള്ള ഹോൾസും N ടൈപ്പിലുള്ള ഇലക്ട്രോൺസും മ്യൂച്വലി കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, റീകോമ്പിനേഷൻ സംഭവിക്കും അല്ലേ. അപ്പോൾ കാരണം അത് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ആഫ്റ്റർ ഫ്യൂ റീകോമ്പിനേഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ്, എ നാരോ വിഡ്ത്ത് ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ N side and negative charge of P side of the junction is formed. This barrier does not allow further diffusion. The region containing uncompensated acceptor and donor is called ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ആക്ച്വലി എന്താണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. നമ്മളൊരു P ടൈപ്പ് മെറ്റീരിയലും ഒരു N ടൈപ്പ് മെറ്റീരിയലും മ്യൂച്വലി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്യാതെ തന്നെ ഒരു റൂം ടെമ്പറേച്ചർ കൊണ്ട് തന്നെ ആക്ച്വലി ഇവിടെ ഒരു ചെറിയ എനർജി ജനറേറ്റ് ചെയ്യും. ഈ എനർജി കാരണം എന്ത് ചെയ്യും, ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ജംഗ്ഷനിലുള്ള ഹോൾസും ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഫിഗറിൽ ആക്ച്വലി എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ഹോളും ഇലക്ട്രോണും റീകമ്പൈൻ ആവും, ഹോളും ഇലക്ട്രോണും റീകമ്പൈൻ ആവും, ഹോളും ഇലക്ട്രോണും റീകമ്പൈൻ ആവും. ഒരിക്കലും ഈ ഇമ്മൊബൈൽ അയോൺസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. അപ്പോൾ അത് ഒരിക്കലും റീകമ്പൈൻ ആവില്ല. ഇമ്മൊബൈൽ അല്ല, മൂവിങ് അയോൺസ് ആയ ഇലക്ട്രോൺസും ഹോൾസും ആണ് എപ്പോഴും എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. അത് കമ്പൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്മൾ റൂമിലുള്ള ചെറിയൊരു ടെമ്പറേച്ചർ വന്നാൽ തന്നെ ഈ ഒരു കോമ്പിനേഷൻ നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുക,
അപ്പോൾ ആദ്യം കമ്പൈൻ ചെയ്യുക ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഇമ്മീഡിയറ്റ് ജംഗ്ഷനിലുള്ള ഹോൾസും ഇലക്ട്രോൺസും ആണ് ആദ്യം എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക അല്ലേ. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് പ്രോബബിലിറ്റി ഈ രണ്ട് കോർണറിലുള്ള ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്യാൻ ഉള്ളതിനേക്കാളും പ്രോബബിലിറ്റി ഏതാണ്, ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സിലുള്ള ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്യും. അപ്പോൾ കുറച്ച് റീകോമ്പിനേഷന് ശേഷം എന്ത് സംഭവിക്കും, a narrow width of positive charge on n side and negative charge of p side, the junction is formed. This barrier does not allow further diffusion. അപ്പോൾ ഒരു കുറച്ച് റീകോമ്പിനേഷന് ശേഷം എന്ത് സംഭവിക്കും, ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. എന്താണ് ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രത്യേകത, നിങ്ങളിവിടെ നോക്കിയാൽ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ നടക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയൊരു ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ വന്നാൽ തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കും. പക്ഷേ അതിന് ചെറിയ സ്ലൈറ്റ് എനർജി ഉണ്ടാവുള്ളൂ. എനർജി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റീകോമ്പിനേഷൻ റേറ്റ് കൂട്ടാം. അപ്പോൾ ആക്ച്വലി ഒരു സ്പെസിഫിക് റീകോമ്പിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് റീജിയൻ ഫോം ചെയ്യും. ആ റീജിയൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ നോക്കുക. ആ റീജിയനിൽ എന്ത് മാത്രമേ ഉള്ളൂ, ആ റീജിയനിൽ ആക്ച്വലി ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉള്ളൂ. കാരണം ഇമ്മൊബൈൽ അയോണിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇമ്മൊബൈൽ അയോൺസ് അവിടെ നിലനിൽക്കും. ഹോൾസും ഇലക്ട്രോൺസും മ്യൂച്വലി എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, ഡിപ്ലീഷൻ റീജിയൻ. വളരെ വളരെ ക്ലിയർ ആണ് ഈ പോയിന്റ്. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് പഠിക്കാനുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ബാരിയർ പൊട്ടൻഷ്യൽ. സോ due to the formation of junction potential, further movement of electrons and holes are prevented. Since the potential across the junction bars or prevent movement of the charge carriers across the junction, it is called barrier potential. അപ്പോൾ എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഈ ഒരു ഫിഗറിൽ നിന്ന് കാണാം അല്ലേ, ഈ ഒരു ഫിഗറിൽ നിന്ന് ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ കാണാം. ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു റീജിയനെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം സിലിക്കണും ജെർമേനിയം വെച്ചിട്ടാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ ആണെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0.7 വോൾട്ട് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ജെർമേനിയം ആണെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയാണ്, 0.3 വോൾട്ട് ആണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഈ പോയിന്റ്. എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ, അതായത് ഒരു സ്പെസിഫിക് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്ലീഷൻ റീജിയനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ജെർമേനി ആണെങ്കിൽ അതിന് കിട്ടേണ്ട മിനിമം വോൾട്ടേജ് 0.7 വോൾട്ടും 0.3 വോൾട്ടും, നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ ആണെങ്കിൽ അതിന് വേണ്ട മിനിമം വോൾട്ടേജ് 0.7 വോൾട്ടുമാണ്. സോ ഈ ഒരു വോൾട്ടേജിനെ നമുക്ക് എന്ത് പറയാം, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാം അല്ലേ. അപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു വോൾട്ടേജ് കൺസിഡർ ചെയ്യുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. 25 ഡിഗ്രി സെൽഷ്യസിൽ ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ വിഡ്ത്ത് ഓഫ് ദി ബാരിയർ. ഒരു ബാരിയറിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. സോ ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഫ്രം വൺ സൈഡ് ഓഫ് ദി ബാരിയർ ടു അതർ സൈഡ് ഈസ് റെഫേർഡ് ആസ് വിഡ്ത്ത് ഓഫ് ദി ബാരിയർ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫിഗറിൽ ഓൾറെഡി ഡിപ്ലീഷൻ റീജിയൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി എന്ത്, ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ബാരിയർ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, വിഡ്ത്ത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദർ ആർ നോ ചാർജ് കാരിയേഴ്സ് നിയർ ബോത്ത് സൈഡ് ഓഫ് ദി ജംഗ്ഷൻ വെർ ചാർജ് കാരിയേഴ്സ് ആർ ഡിപ്ലീഷൻ ഡ്യൂ ടു റീകോമ്പിനേഷൻ. ദിസ് റീജിയൻ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിപ്ലീഷൻ റീജിയൻ എന്താണ്, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ വിഡ്ത്ത് എന്താണ് എന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയിട്ടുണ്ടാവും. യെസ്, ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തത് അല്ലേ. ആ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യാനുള്ള റീസൺ എന്താണ്, ഏതൊക്കെ കോൺസെപ്റ്റിലാണ് ഡിപ്ലീഷൻ റീജിയൻ, അല്ലെങ്കിൽ ആ ഡിപ്ലീഷൻ റീജിയനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ട ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. വാട്ട് ഈസ് മീൻ ബൈ ഫോർവേഡ് ബയാസ്. ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഒരു ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ +2 ലെവലിലൊക്കെ ഡയോഡ് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്. ഡയോഡിൻ്റെ സിമ്പൽ ഓൾറെഡി നമുക്കറിയാം അല്ലേ. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മളൊരു ഡയോഡിൻ്റെ സിമ്പൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
അല്ലേ? അപ്പോൾ ഞാനൊരു ഫോർവേഡ് ബയാസും ഒരു റിവേഴ്സ് ബയാസും ആക്ച്വലി പറയുകയാണ്. അപ്പോൾ ഞാനൊരു ഫോർവേഡ് ബയാസാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഡയോഡിൻ്റെ പോസിറ്റീവാണ് അല്ലെങ്കിൽ ആനോഡാണ്, ഇത് ഡയോഡിൻ്റെ നെഗറ്റീവാണ് അല്ലെങ്കിൽ കാത്തോഡാണ്, അല്ലേ? അപ്പോൾ ഡയോഡിൻ്റെ പോസിറ്റീവ് ഞാനൊരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിനെ നമുക്ക് എന്ത് പറയാം? ഫോർവേഡ് ബയാസ് എന്ന് പറയാം. നേരെ തിരിച്ച് ഞാൻ ഈ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവിനെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനെ നമുക്ക് എന്ത് പറയാം? റിവേഴ്സ് ബയാസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഫോർവേഡ് ബയാസ്? ഞാനൊരു ഡയോഡ് എടുത്തു അല്ലെങ്കിൽ ഒരു പി എൻ ജംഗ്ഷൻ എടുത്തു. ആ പി എൻ ജംഗ്ഷൻ്റെ പി എന്നുള്ളത് പോസിറ്റീവിലേക്കും എൻ എന്നുള്ളത് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തതെങ്കിൽ അതെന്താണ്? ഫോർവേഡ് ബയാസ്. നേരെ തിരിച്ചാണ് കണക്ട് ചെയ്തെങ്കിലോ റിവേഴ്സ് ബയാസ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഇനി ഈ ഒരു ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പറയുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ട ഈ ഒരു ഫിഗറിൻ്റെ ബേസിലാണ് ഞാൻ എല്ലാ ഓപ്പറേഷൻസും പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു റീജിയൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് നിങ്ങളുടെ മൈൻഡിലുണ്ടായിക്കോട്ടെ. ഇതിൻ്റെ ബേസിലാണ് ഞാൻ എന്ത് പറയുന്നത്, എന്താണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുക്കുകയാണെങ്കിൽ പി ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും എൻ ടൈപ്പ് മെറ്റീരിയൽ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് കോൾഡ് ഫോർവേഡ് ബയാസ് റീജിയൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക ഈ ഒരു കണ്ടീഷനിൽ? നിങ്ങൾക്കറിയാം ഓൾറെഡി നമുക്കൊരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒരു സപ്പോസ് ഒരു ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താവും സംഭവിക്കുക? ബാറ്ററി ഇതുപോലെയാണ് കണക്ട് ചെയ്തതെങ്കിൽ ആക്ച്വലി പോസിറ്റീവാണ് പിയിലേക്ക് കണക്ട് ചെയ്തത്, നെഗറ്റീവാണ് എന്നിലേക്ക് കണക്ട് ചെയ്തത്. അപ്പം നമ്മൾ മെജോറിറ്റി കാരിയേഴ്സിൻ്റെ ബേസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ ഹോൾസിന് കറസ്പോണ്ടിങ് ആയിട്ടും നെഗറ്റീവ് ടെർമിനൽ ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുമാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്താ? ഓട്ടോമാറ്റിക്കലി സെയിം ചാർജസ് ആണ്. സെയിം ചാർജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും അല്ലേ? കാരണം പോസിറ്റീവും അല്ലേ, റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ഹോൾസും ഇലക്ട്രോൺസും ഒക്കെ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? പി ടൈപ്പിലെ ഹോൾസ് എല്ലാം ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. എൻ ടൈപ്പിലെ ഇലക്ട്രോൺസ് എല്ലാം ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? ഒരു ലോങ് ഫോഴ്സ് ഈ ഡിപ്ലീഷൻ റീജിയന് സംഭവിക്കും. അപ്പോൾ 0.7 വോൾട്ടിൻ്റെ മേലെ എപ്പോഴാണോ വോൾട്ടേജ് വരുന്നത് ഓട്ടോമാറ്റിക്കലി ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്യും, അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതാണ് ആക്ച്വലി ഫോർവേഡ് ബയസിൽ സംഭവിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു ഡിപ്ലീഷൻ റീജിയൻ ഇല്ലേ, ഈ ഡിപ്ലീഷൻ റീജിയനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഫിഗറിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രത്യേകത എന്താ? സൈസ് കുറഞ്ഞു. എങ്ങനെ സൈസ് കുറഞ്ഞു? കാരണം ഇലക്ട്രോൺസും ഹോൾസും ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതോറും ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറഞ്ഞ് ഒരു മൊമെൻറ്റിൽ ഡിപ്ലീഷൻ റീജിയൻ എന്താവും? ബ്രേക്ക് ആവും. അപ്പോൾ നമുക്കിത് വേർഡ്സ് ആയിട്ട് പറയാം അല്ലേ? Suppose if we connect a battery to the PN junction diode such that the positive terminal of the battery is connected to P side and negative terminal of the battery is connected to N side, the PN junction is said to be forward biased. നമുക്കറിയാം അല്ലേ? So when the PN junction is forward biased, holes repelled from the positive terminal of the battery and compelled to move towards the junction. Electrons are repelled from negative terminal of the battery and drift towards the junction. Because of their acquired energy, some of the holes and free electrons penetrate through depletion region. This reduces the potential barrier. അപ്പോൾ ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. നമുക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വിഡ്ത്ത് ക്രമാതീതമായി കുറഞ്ഞ് ഒരു മൊമെൻറ്റിൽ എന്ത് ചെയ്യും? ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്ന ഏരിയ ബ്രേക്ക് ആവും. ഇതിനാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? ഫോർവേഡ് ബയാസ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. നോർമലി അല്ലേ, ഒരു ഡയോഡിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തതിന് ഇക്വാലൻ്റ് ആണിത് അല്ലേ? ഒരു ഡയോഡിനെ നമ്മൾ ബേസിക്കലി ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും ഡയോഡിൻ്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തതിൻ്റെ ഇക്വാലൻ്റ് റിസൾട്ടാണ് ഈ ഫോർവേഡ് ബയാസ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു കണ്ടീഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറഞ്ഞ് വരും അല്ലേ? യെസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ റിവേഴ്സ് ബയാസ്. അപ്പോൾ റിവേഴ്സ് ബയാസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളൊരു ഡയോഡ് എടുക്കുകയാണ്. ആ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് ഓപ്പറേഷനെ നമുക്ക് എന്ത് പറയാം? റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറയാം. കണ്ടീഷൻ മനസ്സിലായല്ലോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും സംഭവിക്കുക ഈ ഒരു കോൺസെപ്റ്റിൽ?
നമുക്ക് ഓൾറെഡി ഉള്ളൊരു ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് നമുക്കറിയാലോ. നമ്മൾ ഓൾറെഡി പഠിച്ച ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് എങ്ങനെയായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ച ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസിൽ ആക്ച്വലി നിങ്ങൾ എത്ര ലെയേഴ്സ് ഉണ്ട് നോക്കുക. നമ്മളിപ്പോൾ പഠിച്ച 2 ലെയേഴ്സാണ്. അപ്പോൾ ഈ 2 ലെയറുള്ള ഇലക്ട്രോൺസും ഹോൾസും ഒറ്റ ലെയറായിട്ട് മാറി ഫോർവേഡ് ബയാസിൽ അല്ലേ. റിവേഴ്സ് ബയാസിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കുക. നമ്മൾ ബാറ്ററി ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണല്ലോ കണക്ട് ചെയ്തത്. സോ ബാറ്ററി ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയതുകൊണ്ട് തന്നെ എന്താവും സംഭവിക്കുക? ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കൂടി വരും അല്ലേ. ഇതല്ല ആക്ച്വലി സംഭവിക്കുക. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. സപ്പോസ് ഇഫ് വി കണക്ട് എ ബാറ്ററി ടു ദ PN junction diode such that the positive terminal of the battery is connected to N side, negative terminal of the battery is connected to P side, and the PN junction is said to be reverse biased. Yes. So when the PN junction is reverse biased, holes from the P region attracted towards the negative terminal of the battery, and electrons from the N region are attracted to the പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി അല്ലേ. ഇതെല്ലാം സംഭവിക്കുക എങ്ങനെയാണ്? ഈ റിപ്പൽ അട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം നെഗറ്റീവാണ് നമ്മൾ പിയിലേക്ക് കണക്ട് ചെയ്യുന്നത്, പോസിറ്റീവാണ് നമ്മൾ എന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യേണ്ടതിന് പകരം ഇലക്ട്രോൺസും ഹോൾസും എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ബാറ്ററിയുടെ അടുത്തേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വിഡ്ത്ത് കൂടി വരും അല്ലേ. ഇങ്ങനെയല്ല ആക്ച്വലി സംഭവിക്കുക. ദ മെജോറിറ്റി കാരിയേഴ്സ് ഡ്രോൺ എവേ ഫ്രം ദി ജംഗ്ഷൻ, ദിസ് ഇൻക്രീസസ് ദി പൊട്ടൻഷ്യൽ ബാരിയർ. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറി. ഓക്കെ. സോ there is a current flow due to minority carriers and the current is called reverse saturation current. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഒരു കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി റിവേഴ്സ് ബയാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കല്ലേ, ഫിഗർ ഓൾറെഡി റിവേഴ്സ് ബയാസിൻ്റെ ഫിഗർ വേറെ ആയിരുന്നു. മേ ബി നമുക്കിവിടെ ഓൾറെഡി മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട് അല്ലേ. അതായത് P ടൈപ്പിൽ മൈനോറിറ്റി കാരിയേഴ്സായ ഇലക്ട്രോൺസ് ഉണ്ട്, N ടൈപ്പിൽ മൈനോറിറ്റി കാരിയേഴ്സായ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഈ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ ഒരു മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കണ്ടീഷൻ? മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പിക്ക് ഓപ്പോസിറ്റാണ് ഇവിടെയുള്ള മൈനോറിറ്റി കാരിയർ, എന്നിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ മൈനോറിറ്റി കാരിയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈനോറിറ്റി കാരിയേഴ്സ് ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും, മെജോറിറ്റി കാരിയേഴ്സ് ബാറ്ററി ടെർമിനലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ മൈനോറിറ്റി കാരിയർ കൊണ്ട് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ കറണ്ടിനെ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദ കറണ്ട് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർ ടു മൈനോറിറ്റി കാരിയേഴ്സ്. മെജോറിറ്റി കാരിയേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈനോറിറ്റി കാരിയറിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ് ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ആ PN ജംഗ്ഷൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കൂടുന്നത്, എങ്ങനെയാണ് ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെറിയൊരു കോൺസെപ്റ്റ് കൂടി ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് മീൻ ബൈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് എങ്ങനെയാണ്. വി ഹാവ് സീൻ ദാറ്റ് ദ PN ജംഗ്ഷൻ അലോസ് എ വെരി സ്മോൾ കറണ്ട് ടു ഫ്ലോ വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ദിസ് കറണ്ട് ഈസ് ഡ്യൂ ടു ദി മൂവ്മെൻറ്റ് ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. സോ it is almost independent of the voltage applied. However, the reverse voltage is made too high. The current through the PN junction increases abruptly. The voltage at the phenomenon is called breakdown. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു റിവേഴ്സ് ബയാസ് കണ്ടീഷനാണ് പറയുന്നതെങ്കിൽ മൈനോറിറ്റി കാരിയർ കൊണ്ട് വളരെ ചെറിയൊരു കറണ്ട് ഫ്ലോ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു സ്പെസിഫിക് പോയിന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ കറണ്ട് നടന്ന് വളരെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും റിവേഴ്സ് കറണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുക? വളരെ ഹെവി ആയിട്ടുള്ളൊരു നെഗറ്റീവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഡയോഡിന് സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്. സോ എന്താണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാരണം? എന്താണ്? നമ്മളെ സെമി കണ്ടക്ടേഴ്സിലെ മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അല്ലേ, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ. There are two processes which can be cause the junction breakdown. രണ്ട് രീതിയിലുള്ള റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നമുക്ക് പോസിബിൾ ആണ്. ഒന്നാണ് സെനർ ബ്രേക്ക് ഡൗൺ, ഒന്നാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചെ ബ്രേക്ക് ഡൗണും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 7 പോയിന്റുകൾ പറയുന്നുണ്ട്. അയണൈസേഷൻ്റെ ബേസിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് കൊളീഷൻ കാരണമാണ്, സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ടാണ്. അപ്പോൾ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കൊളീഷൻ കാരണമാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ കോവാലന്റ് ബോണ്ടിൻ്റെ റപ്ചറിങ് ആണ് എന്തുണ്ടാക്കുന്നത്? സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് കോവാലന്റ് ബോണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കൊളീഷനാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൻ്റെ റീസൺ, റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ടാണ് സെനർ ബ്രേക്ക് ഡൗണിൻ്റെ റീസൺ. ജംഗ്ഷൻ,
ഈ ഒരു അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ജംഗ്ഷൻ എന്ത് സംഭവിക്കും? ജംഗ്ഷൻ ഡെസ്ട്രോയ് ചെയ്യും. അവലാഞ്ച് ബ്രേക്ക് ഡൗണിൻ്റെ കേസിൽ, സെനർ ബ്രേക്ക് ഡൗണിൻ്റെ കേസിൽ നോട്ട് ഡെസ്ട്രോയ് ചെയ്യില്ല അല്ലേ. മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഒരു വീക്ക് ഇലക്ട്രിക് ഫീൽഡാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ ജനറേറ്റ് ചെയ്യുക, ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡാണ് സെനർ ബ്രേക്ക് ഡൗണിൽ ജനറേറ്റ് ചെയ്യുക. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നാലാമത്തെ പോയിന്റ്. അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ എ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ജനറേറ്റഡ്. ഒരു ഇലക്ട്രോൺ ഹോൾ പെയറാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് കൊളീഷന് കാരണമാവുന്നത് അല്ലേ. പക്ഷേ സെനർ ബ്രേക്ക് ഡൗണിൽ ഉണ്ടാവുന്നത് ഇലക്ട്രോൺസ് ആണ് ആക്ച്വലി. ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ പോസിറ്റീവാണ്, സെനർ ബ്രേക്ക് ഡൗണിൽ നെഗറ്റീവാണ്. ആ പോയിന്റ് അടുത്തതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഏത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡയറക്ട്ലി വോൾട്ടേജിന് പ്രൊപ്പോർഷണലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതെന്താണ് സെനർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഒന്നുമില്ല, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച്, റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ഇത് സെനർ ബ്രേക്ക് ഡൗൺ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഈ റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടുകയാണെങ്കിൽ ഇതിനെ നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ് ആക്ച്വലി അവലാഞ്ച് ബ്രേക്ക് ഡൗണിലുള്ളത്, ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ് സെനർ ബ്രേക്ക് ഡൗണിലുള്ളത്. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്. 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂടി അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ അല്ലേ. സെനർ ബ്രേക്ക് ഡൗണിൽ അത് എന്ത് ചെയ്തു, കുറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡോപ്പിംഗ് ലെവലാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അതിൻ്റെ ഡോപ്പിംഗ് ലെവൽ ലോ ആണ്. സെനർ ബ്രേക്ക് ഡൗണിൻ്റെ കേസിൽ ആ ഡോപ്പിംഗ് ലെവൽ ഹെവിയാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വയ്ക്കാം, വാട്ട് ഈസ് മീൻ ബൈ ബ്രേക്ക് ഡൗൺ. അപ്പോൾ നമ്മൾ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഹെവി വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ കറണ്ട് ഗ്രാജ്വലി അബ്രപ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്രേക്ക് ഡൗൺ. രണ്ട് രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ, സെനറും അവലാഞ്ചിയും, രണ്ടും നമ്മൾ ഡിഫറൻസ് ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ നമ്മൾ ഡയോഡ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ VI ക്യാരക്ടറിസ്റ്റിക്സ് കുറിച്ച് പറയുകയാണെങ്കിൽ സോ വി വുഡ് ലൈക്ക് ടു നോ ഹൗ എ ഡിവൈസ് റെസ്പോണ്ട് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇതാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റെയിൻ ബൈ മീൻസ് ഓഫ് എ ഗ്രാഫ് known as VI characteristics. So it is a graph between voltage applied across its terminal and the current that flow through it. അപ്പോൾ വളരെ ക്ലിയർ ആണ് എന്തിനാണ് നമ്മൾ VI ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ എ ഡിവൈസ് റെസ്പോണ്ട് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ഒരു ഡയോഡിനെ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷനിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാനാണ് നമ്മൾ VI ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത്. സോ VI എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എക്സ് ആക്സിസിലും കറണ്ട് Y ആക്സിസിലും നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ ജനറലി നമ്മൾ ഒരു ഡയോഡിൻ്റെ, ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും VI ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ക്യാര വരുന്നത്. ഈ ക്യാര നമുക്ക് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ക്യാര വന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്കിതിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ഫോർവേഡ് ക്യാര. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ആദ്യം, അപ്പോൾ ഇവിടെ രണ്ട് ക്യാര നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോർവേഡ് ക്യാരയും ഇതെന്താണ്, റിവേഴ്സ് ക്യാരയാണ്. ഇത് എങ്ങനെ കിട്ടി എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ ഫിഗർ. നിങ്ങൾ നോക്ക്, നമ്മളൊരു ഡയോഡ് കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഡയോഡ് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്, ഇത് ഡയോഡിൻ്റെ പോസിറ്റീവും ഇത് ഡയോഡിൻ്റെ നെഗറ്റീവും ആണല്ലോ. അപ്പോൾ ഡയോഡിൽ നമുക്ക് ഒന്നറിയാം, ഫോർവേഡായിട്ടും കണക്ട് ചെയ്യാം, റിവേഴ്സായിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഡയോഡിൻ്റെ പോസിറ്റീവ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ, ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്ന സിമ്പൽ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു സിമ്പൽ യൂസ് ചെയ്യാം. ഇതുപോലത്തെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ബേസിക്കലി എ വേരിയബിൾ പവർ സപ്ലൈ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മളൊരു പവർ സപ്ലൈയും ഒരു വേരിയബിൾ റെസിസ്റ്ററും യൂസ് ചെയ്തുകൊണ്ട് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു വേരിയബിൾ പവർ സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. വേരിയബിൾ പവർ സപ്ലൈ, അതായത് വളരെ ക്ലിയർ ആണ്, നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൽ ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത് വേരിയബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയാണ് സപ്പോസ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ
ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ വളരെ ക്ലിയർ അല്ലേ. ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. പിന്നെ നിങ്ങൾ നോക്ക്, നമ്മളിവിടെ ഡയോഡിന് അക്രോസ് ആയിട്ടൊരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്. വി എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്? വോൾട്ട് മീറ്റർ ആണ്. അതുപോലെ നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദി റേഞ്ച് ഓഫ് മില്ലി ആംബിയർ റേഞ്ചിൽ കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു അമ്മീറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് നമ്മൾ വി എ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ വരയ്ക്കുന്നത്. കറണ്ട് എന്നുള്ളത് അമ്മീറ്ററിലും വോൾട്ടേജ് എന്നുള്ളത് വോൾട്ട് മീറ്ററിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടിപ്പിക്കൽ കണക്ഷൻ ഓർത്ത് വയ്ക്കുക. ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ടിപ്പിക്കൽ ഡയോഡ് ഇങ്ങനെയായിരുന്നു അല്ലേ. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയോഡിൻ്റെ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്? ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ്. ഇങ്ങനെയല്ലേ, ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഡയോഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ദി സർക്യൂട്ട് VAA ഈസ് കണക്റ്റഡ് ടു ദി ഡയോഡ് ത്രൂ ദി പൊട്ടൻഷ്യോമീറ്റർ P. ദ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പവർ സപ്ലൈ അല്ലേ, വോൾട്ടേജ് സോഴ്സ്, ആ വോൾട്ടേജ് സോഴ്സിനെ വേരിയബിൾ സോഴ്സ് ആക്കാനാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു പവർ സപ്ലൈ, ഒരു പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ദ പൊട്ടൻഷ്യോമീറ്റർ ഹെൽപ്പ് ഇൻ വേരിയിങ് ദി വോൾട്ടേജ് അപ്ലൈഡ് ടു ദി ഡയോഡ്. ദ മില്ലി അമ്മീറ്റർ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് മില്ലി ആംബിയർ റേഞ്ചിലായതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? മില്ലി അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. മെഷേഴ്സ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ദ വോൾട്ട് മീറ്റർ മെഷേഴ്സ് ദി വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ്. അപ്പോൾ മില്ലി അമ്മീറ്റർ എന്നുള്ളത് കറണ്ട് മെഷർ ചെയ്യും, വോൾട്ട് മീറ്റർ എന്ത് മെഷർ ചെയ്യും? വോൾട്ടേജ് മെഷർ ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ ഇൻറ്റേർണൽ കണക്ഷൻ വരയ്ക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോർവേഡ് ക്യാര വരിക നോക്കാം. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്കിവിടെ കാണാം അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിഗർ ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വെൻ ദ സിലിക്കൺ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ നമ്മൾ രണ്ട് ഡയോഡ് യൂസ് ചെയ്യാം, സിലിക്കൺ യൂസ് ചെയ്യാം, അതുപോലെ ജർമേനിയം യൂസ് ചെയ്യാം. ഫ്രം ദി കർവ് വി ഫൈൻഡ് ദാറ്റ് ദ ഡയോഡ് കറണ്ട് ഈസ് വെരി സ്മോൾ ഇനീഷ്യലി. നമുക്ക് പറയാം, ദ ഡയോഡ് ഡസ് നോട്ട് കണ്ടക്ട് വെൽ അണ്ടിൽ ദ എക്സ്റ്റേണൽ വോൾട്ടേജ് ഓവർകംസ് ദി ബാരിയർ പൊട്ടൻഷ്യൽ. As we approach 0.7 volt, larger number of free electrons and holes start crossing the junction. Above 0.7 volt, even a small increase in the voltage produces sharp increase in current. അപ്പോൾ നിങ്ങൾ നോക്ക്, വളരെ സിമ്പിളാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. നമുക്കൊരു ഡയോഡിൻ്റെ കേസ് അറിയാം അല്ലേ. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇത് പിയും ഇത് എന്നും ആണെങ്കിൽ ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു ഡിപ്ലീഷൻ റീജിയൻ വരും. ഓക്കെ, ഈ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ട മിനിമം വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ആണെങ്കിൽ 0.7ഉം ജർമേനി ആണെങ്കിൽ എത്രയാണ്? 0.3 ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ വോൾട്ടേജ് ക്യാരയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ഫോർവേഡ് ക്യാര ആയതുകൊണ്ട് 0 to 0.7 വോൾട്ട് വരെ, 0.7 വോൾട്ട് എത്തിയാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? കണ്ടക്ട് ചെയ്യുള്ളൂ. 0 to 0.7 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്ന കറണ്ട് അപ്രോക്സിമേറ്റ്ലി 0 ആണ്. എപ്പോഴാണോ 0.7 ക്രോസ് ചെയ്തത്, കറണ്ട് ഗ്രാജുവലി എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഫോർവേഡ് ക്യാര നിങ്ങൾ നോക്ക്, 0 to 0.7 വരെ കറണ്ട് 0, 0.7 എപ്പോൾ ക്രോസ് ചെയ്തോ കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ എനിക്ക് ഈ ഒരു ഡയോഡിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ടിന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, IF മാക്സ്. അപ്പോൾ നിങ്ങൾ നോക്ക്, വളരെ സിമ്പിളാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സിലിക്കൺ ആണെങ്കിൽ 0.7 എടുക്കും, ജർമേനി ആണെങ്കിൽ എത്ര എടുക്കും? 0.3 എടുക്കും. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, the diode does not conduct well until the external voltage overcomes the barrier potential. ബാരിയർ പൊട്ടൻഷ്യലും കുറവാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? എക്സാക്ട്ലി കറണ്ട് 0 എന്ന് കിട്ടും. As we approach 0.7 volt, larger number of free electrons and holes start crossing the junction. നിങ്ങൾ ഫോർവേഡ് ബയസ് പഠിച്ചപ്പോൾ അതിൻ്റെ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. Above 0.7 volt, even a small increase in the voltage produces a sharp increase in current. അപ്പോൾ 0.7 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. The voltage at which the current start to increase rapidly is known as knee voltage of the diode. അപ്പോൾ വളരെ ക്ലിയർ ആണ്, എപ്പോൾ ഏത് വോൾട്ടേജ് തൊട്ടാണോ കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയത്, ഈ ഒരു വോൾട്ടേജ് നമുക്ക് എന്തും പറയാം? നീ വോൾട്ടേജ് എന്ന് പറയാം. ബാരിയർ പൊട്ടൻഷ്യൽ തന്നെയാണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഒരു സിലിക്കൺ ഡയോഡാണെങ്കിൽ നീ വോൾട്ടേജ് എന്നുള്ളത് 0.7 വോൾട്ടും, നമ്മൾ യൂസ് ചെയ്യുന്ന ജർമേനിയൻ ഡയോഡാണെങ്കിൽ നീ വോൾട്ടേജ് എന്നുള്ളത് എത്രയായിരിക്കും? 0.3 വോൾട്ടും ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഫോർവേഡ് ക്യാര, നമ്മൾ ആദ്യത്തെ ഫിഗറിൽ വരച്ചിരിക്കുന്ന ഫോർവേഡ് ക്യാര നിങ്ങളൊന്നിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. യെസ്,
അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ക്യാര വരച്ചിരുന്നു അല്ലേ. ഈ ക്യാര ഇതിലിപ്പോൾ ഈ ഫോർവേഡ് ക്യാര എങ്ങനെ കിട്ടിയെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ നമ്മളിപ്പോൾ ഫോർവേഡ് ക്യാരേൻ്റെ ടിപ്പിക്കൽ കണക്ഷൻ പറഞ്ഞു, അതുപോലെ ഫോർവേഡ് ക്യാരേൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ ആകെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഫോർവേഡിന് പകരം ഡയോഡ് കണക്ട് ചെയ്യുന്ന റിവേഴ്സ് ആയിരിക്കും. റിവേഴ്സ് ക്യാരല്ലേ നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ വരുന്ന ചേഞ്ച് ശ്രദ്ധിക്കുക. ഡയോഡിൻ്റെ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു, ഡയോഡിൻ്റെ പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു. ഇതിനൊരു പൊട്ടൻഷ്യോമീറ്റർ വഴി നമ്മളൊരു പവർ സപ്ലൈ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ വിത്ത് പവർ സപ്ലൈക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ദിസ് ഇൻഡിക്കേറ്റ് ദർ ഇസ് എ വേരിയബിൾ വോൾട്ടേജ് സോഴ്സ്, ഒരു വേരിയബിൾ ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡിനെ നെഗറ്റീവിലേക്കും ബാറ്ററിയുടെ നെഗറ്റീവ് ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കലി പറയാം ഡയോഡ് എന്നുള്ളത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ്. ഈ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മളൊരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്യും. ആ വോൾട്ട് മീറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാവുന്നത് ബേസിക്കലി മൈനോറിറ്റി കാരിയേഴ്സിനാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു കറണ്ട് മാത്രമേ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മില്ലി അമ്മീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇതാണ് മൈക്രോ അമ്മീറ്ററാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വോൾട്ട് മീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാനും മൈക്രോ അമ്മീറ്റർ മൈന്യൂട്ടായിട്ടുള്ള കറണ്ടിനെ മെഷർ ചെയ്യാനും, ഈ പിന്നെ ഡയോഡിൻ്റെ പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാണ് ഫോർവേഡ് റിവേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇൻ ദി സർക്യൂട്ട് ഡി സി ബാറ്ററി VA ഈസ് കണക്റ്റഡ് ടു ദി ഡയോഡ് ത്രൂ പൊട്ടൻഷ്യോമീറ്റർ P. ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ദ പൊട്ടൻഷ്യോമീറ്റർ ഹെൽപ്പ് ഇൻ വേരിയിങ് ദി വോൾട്ടേജ് അപ്ലൈഡ് ടു ദി ഡയോഡ്. ദ മൈക്രോ അമ്മീറ്റർ മെഷേഴ്സ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ദ വോൾട്ട് മീറ്റർ മെഷേഴ്സ് ദി വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കോൺഫിഗറേഷൻ വരയ്ക്കുന്നത്. ഇനി നമുക്കതിൻ്റെ വേവ് ഫോം നോക്കാം. ഇങ്ങനെയാണ് എക്സാക്ട്ലി റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വേവ് ഫോം വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ഒരു മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൽ, അതായത് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ PN ജംഗ്ഷൻ ഡയോഡല്ല എടുക്കുന്നത്. PN ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ ബേസിക്കലി ഡയോഡിനെ നെഗറ്റീവ് Pനെ നെഗറ്റീവിലേക്കും Nനെ നമ്മൾ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസ് ആണ്. മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. യെസ്, ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഹോൾസും ഇലക്ട്രോൺസും ബേസിക്കലി ഈ ബാറ്ററി ടെർമിനലിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് മൂവ് ചെയ്യുക, കാരണം ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ വരുന്നത് കുറച്ച് എന്ത് വരും, മൈനോറിറ്റി കാരിയേഴ്സ് വരും. ഏതാണ് മൈനോറിറ്റി കാരിയേഴ്സ്? നമ്മളിപ്പോൾ P ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും N എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസും ആണ്. പക്ഷേ ഇലക്ട്രോൺസും ഹോൾസും എക്സാക്ട്ലി ബാറ്ററിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ അത് റീകമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ചെറിയ കറണ്ട്. ഈ കറണ്ടിനെ ഓൾറെഡി നമ്മൾ പറയാം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ നമ്മൾ നോക്ക്, നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്കൊരു മൈന്യൂട്ട് കറണ്ട് കിട്ടുന്നുണ്ട്, ഒരു മൈന്യൂട്ട് കറണ്ട്. പക്ഷേ ഒരു സ്പെസിഫിക് പോയിന്റ് വെൻ ഇറ്റ് റീച്ചസ് ദി വോൾട്ടേജ് VZ, ദ റിവേഴ്സ് കറണ്ട് വിൽ ഗ്രാജുവലി ഇൻക്രീസ്. കറണ്ട് ഡിക്രീസ് ആണ് ചെയ്യുന്നത്, പക്ഷേ റിവേഴ്സ് കറണ്ട് എന്ന് പറയുമ്പോൾ റിവേഴ്സ് കറണ്ട് വിൽ ഗ്രാജുവലി ഇൻക്രീസ് എന്ന് പറയാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു മൈന്യൂട്ട് കറണ്ട് കിട്ടും. ഒരു സ്പെസിഫിക് പോയിന്റിൽ കറണ്ട് എന്നുള്ളത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള വോൾട്ടേജ് ആണ്. ദിസ് ഇസ് കോൾഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമ്മൾ രണ്ട് രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ ഒക്കെ പഠിച്ചിട്ടുണ്ട്, സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ച് ബ്രേക്ക് ഡൗണും. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കാരണമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ഇൻ ദി റിവേഴ്സ് ബയാസ് ദ ഡയോഡ് കറണ്ട് ഈസ് വെരി സ്മോൾ, ഓൺലി ഫ്യൂ മൈക്രോ ആംബിയർ ഫോർ ജെർമേനിയം ഡയോഡ് ആൻഡ് ഓൺലി ഫ്യൂ നാനോ ആംബിയർ ഫോർ സിലിക്കൺ ഡയോഡ്. അപ്പോൾ നമ്മൾ ജെർമേനിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈക്രോ ആംബിയർ റേഞ്ചിലും, സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നാനോ ആംബിയർ റേഞ്ചിലും ആയിരിക്കും നമ്മുടെ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റിമൈൻസ് സ്മോൾ ആൻഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ഫോർ ഓൾ വോൾട്ടേജസ് ലെസ് ദാൻ ദി ബ്രേക്ക് ഡൗൺ. VZ-നേക്കാളും കുറവ്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും കുറവാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. അറ്റ് ബ്രേക്ക് ഡൗൺ ദ കറണ്ട് ഇൻക്രീസസ് റാപ്പിഡ്ലി ഫോർ സ്മോൾ ഇൻക്രീസ് ഇൻ വോൾട്ടേജ്. ഒരു ചെറിയ വോൾട്ടേജ് കൂടിയാൽ തന്നെ നമുക്ക് കറണ്ട് ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ സെനർ ഡയോഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. സെനർ ഡയോഡ്
അതിൻ്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ സെനർ ഡയോഡൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒന്ന് ജസ്റ്റ് നോക്കാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിപ്പോൾ ഓൾറെഡി വി എ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. വി എ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ കിട്ടിയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ 0.7 വോൾട്ട് വരെ ഫോർവേഡ് ക്യാര 0 ആയിരിക്കും. 0.7 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ എനിക്ക് കിട്ടുന്ന കറണ്ട്, നെഗ്ലിജിബിളി സ്മോൾ കറണ്ട്, ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സ് കറണ്ട് വിൽ ഗ്രാജുവലി ഇൻക്രീസ്. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ വി എ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു വി എ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർവേഡ് ക്യാരിയും റിവേഴ്സ് ക്യാരിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. ഇനി നമുക്ക് ഡയോഡിൽ ഒരു ടോപ്പിക്കും കൂടി പെൻഡിങ് ഉണ്ട്. ദിസ് ഇസ് കോൾഡ് ഐഡിയൽ ഡയോഡ്. അപ്പോൾ എന്താണ് ഐഡിയൽ ഡയോഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഐഡിയൽ ഡയോഡ് നിങ്ങൾ നോക്കാം. ഐഡിയൽ ഡയോഡ് എക്സാക്ട്ലി എ ഡയോഡ് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഇറ്റ് പെർമിറ്റ്സ് ഓൺലി ഇൻ യൂണിഡയറക്ഷണൽ കണ്ടക്ഷൻ. ഇറ്റ് കണ്ടക്ട് വെൽ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് പ്യുവർലി ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മൾ ഡയോഡ് വരയ്ക്കുന്നത് അല്ലേ. ഡയോഡ് എന്ന് പറയുന്നൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് പ്രോപ്പറായിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു നെഗ്ലിജിബിളി സ്മോൾ ആണ്. അപ്പോൾ ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും അതുപോലെ റിവേഴ്സിൽ വരുന്ന കറണ്ടൊക്കെ മൈന്യൂട്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഐഡിയൽ ഡയോഡ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, നമുക്ക് നോക്കാം. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഐഡിയൽ ഇഫ് എ ഡയോഡ് ആക്ട് ആസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ വെൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് പെർഫെക്റ്റ് ഇൻസുലേറ്റർ വെൻ റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ഒന്നുമില്ല, ഒരു ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഡയോഡ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ അതിനെ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യും. ഒരു ഡയോഡ് റിവേഴ്സ് ബയാസ് ആണെങ്കിൽ അത് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യില്ല. ഇതാണ് ഒരു ഐഡിയൽ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി. സോ ഐഡിയൽ ഡയോഡ് ആക്ട് ലൈക്ക് എ കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ആക്ട് ലൈക്ക് ആൻ ഇൻസുലേറ്റർ വെൻ റിവേഴ്സ് ബയാസ്ഡ്. ആൻഡ് ഐഡിയൽ ഡയോഡ് ആക്ട് ലൈക്ക് ആൻ ഓട്ടോമാറ്റിക് സ്വിച്ച്. അപ്പോൾ നമുക്ക് നോക്കാതെ എന്താണെന്ന്. അപ്പോൾ നമ്മളൊരു സ്വിച്ച് ആ ഫിഗറും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെൻ ദ കറണ്ട് ട്രൈസ് ടു ഫോളോ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ആൻഡ് വെൻ ദ കറണ്ട് ട്രൈസ് ടു ഫോളോ ഇൻ റിവേഴ്സ് ഡയറക്ഷൻ ദ സ്വിച്ച് ഈസ് ഓപ്പൺ. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ തിയറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതാണ് ഒരു ഐഡിയൽ ഡയോഡായിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഈ ഐഡിയൽ ഡയോഡിലേക്ക് നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ പ്രത്യേകത നിങ്ങൾ നോക്കുക. നമ്മളൊരു ഫോർവേഡ് ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നതെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആയി. ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമുക്ക് നിങ്ങൾ നോക്കുക ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ഇത് മാറും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഫോർവേഡ് ബയസ് ആണെങ്കിൽ കറണ്ട് ഇപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് കറണ്ട് ഒഴുകും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്. ഇപ്പോൾ നമ്മളിതൊരു സ്വിച്ചായിട്ട് ഡയോഡിനെ മാറ്റുകയാണെങ്കിൽ ആ സ്വിച്ച് എന്നുള്ളത് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു കണക്ഷൻ, ഒരു പാത്ത് അച്ചീവ് ചെയ്യും എന്തിൽ, ഫോർവേഡ് ബയാസിൽ. റിവേഴ്സ് ബയാസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, ഈ ഡയോഡിനെ നമ്മൾ അടുത്ത ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം, നമ്മളൊരു സ്വിച്ച് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ദർ വിൽ ബി ആൻ ഓപ്പൺ സ്വിച്ച്. ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഫോർവേഡ് ഡയറക്ഷനിൽ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും അല്ലേ, റിവേഴ്സ് ഡയറക്ഷനിൽ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ, ഫോർവേഡ് ഡയറക്ഷനിൽ സ്വിച്ച് ക്ലോസ് ആയിട്ട് ആക്ട് ചെയ്യും, റിവേഴ്സ് ഡയറക്ഷനിൽ സ്വിച്ച് എന്തായിട്ട് ആക്ട് ചെയ്യും, ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നിങ്ങളിതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നോക്ക്. ജനറലി നമുക്ക് വരയ്ക്കുന്ന വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ ആയിരുന്നില്ലേ, ഇതായിരുന്നു ജനറലി ഐഡിയലി നമ്മൾ വരയ്ക്കുന്ന ഡയോഡിൻ്റെ വി ഐ ക്യാര അല്ലേ. ഇതുപോലെ ആയിരുന്നില്ല നമ്മൾ ഐഡിയലി വരയ്ക്കുക. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു, അല്ലെങ്കിൽ ഐഡിയലി നമ്മളിപ്പോൾ പ്രാക്ടിക്കലി ആണ് വരച്ചത്. ഐഡിയലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ 0.7 വോൾട്ടിൽ ഫോർവേഡ് ഡയറക്ഷനിൽ എക്സാക്ട്ലി വോൾട്ടേജ് കൂടിയാലും കൂടിയില്ലെങ്കിലും ഫോർവേഡ് ഡയറക്ഷനിൽ കറണ്ട്, ഹയർ കറണ്ട് നമുക്ക് കിട്ടും. റിവേഴ്സ് ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വി ഐ ക്യാര വരയ്ക്കുന്നത് ഐഡിയൽ ഡയോഡിൻ്റെ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ കറണ്ട് അല്ലെങ്കിൽ സ്വിച്ച് ക്ലോസ് ആണെങ്കിലും, അതുപോലെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ സ്വിച്ച് ഓപ്പണും ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയോഡിനെ ബേസിക്കലി എന്ത് പറയാം, ഐഡിയൽ ഡയോഡ് എന്ന് പറയാം. അപ്പോൾ നമ്മളെപ്പോഴും അപ്പോൾ നമ്മൾ എന്ത് ഡിവൈസ് പറയുകയാണെങ്കിലും ഐഡിയൽ കണ്ടീഷനാണ് പറയാം. ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. പക്ഷേ നമുക്ക് ഐഡിയൽ കണ്ടീഷൻ അല്ല നമുക്ക് പ്രാക്ടിക്കലി കിട്ടുക.
പ്രാക്ടിക്കൽ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ VA ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു. ഐഡിയലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയോഡിൻ്റെ ഒരു സെഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഡയോഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. സെമി കണ്ടക്ടർ ഫിസിക്സ് തൊട്ട് നമ്മൾ ഡയോഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതോടെ നമുക്ക് ഡയോഡ് കംപ്ലീറ്റ് ചെയ്തു.